നമസ്കാരം. ബംഗളൂരുവിൽ 100 കോടിയുടെ ചിട്ടിത്തട്ടിപ്പ് നടത്തിയ ശേഷം മുങ്ങിയ മലയാളി ദമ്പതികൾ രാജ്യം വിട്ടു. ആലപ്പുഴ സ്വദേശി ടോമി എ വർഗീസും ഭാര്യ സിനിയും വ്യാഴാഴ്ച മുംബൈയിൽ നിന്നും കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിലേക്കാണ് മുങ്ങിയത്. ഇവർക്കെതിരെ ബംഗളൂരു പോലീസിന് 430 പേരാണ് പരാതി നൽകിയത്. ആർ.കെ. പുരത്തിനടുത്ത് ഭട്ടാരഹള്ളിയിൽ 1615 ചതുരശ്ര അടി വലിപ്പമുള്ള പൂർണ്ണമായി ഫർണിഷ് ചെയ്ത 3 ബെഡ്റൂം ഫ്ളാറ്റ് 1.1 കോടിക്ക് വാങ്ങിയ ദമ്പതികൾ 1 കോടിയിലും താഴെ വിലയ്ക്ക് വിറ്റാണ് രാജ്യം വിട്ടത്. ഇവരുടെ കാറുകളും വിറ്റിരുന്നു. പോലീസിന് ലഭ്യമായ CCTV ദൃശ്യങ്ങൾ പ്രകാരം ജൂലൈ 3-ന് ഇരുവരും സ്യൂട്ട് കേസുകളുമായി വീട് വിടുന്നത് കാണാം. ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും ഫണ്ടും പിൻവലിച്ചു. വളരെ ആസൂത്രിതമായിട്ടാണ് പ്രതികൾ മുങ്ങിയതെന്നും പോലീസ് വിലയിരുത്തുന്നു. ഇടവക പള്ളിയുമായും മലയാളി സംഘടനകളുമായുള്ള അടുപ്പത്തിന്റെ മറവിൽ 1000-ലധികം പേരെ പറ്റിച്ചാണ് ദമ്പതികൾ രാജ്യം വിട്ടത്. രാമമൂർത്തി നഗറിലെ A&A ചിറ്റ്സിൽ ചൊവ്വാഴ്ച വരെ ഉടമകൾ എത്തിയിരുന്നു. പാസ്പോർട്ട് വിവരങ്ങൾ ശേഖരിച്ചതോടെയാണ് രാജ്യം വിട്ടെന്ന് മനസ്സിലായത്. ദമ്പതികളുടെ മകൾ ബംഗളൂരുവിലാണ് താമസിക്കുന്നത്. മക്കളിൽ ഒരാൾ ഗോവയിലും മറ്റൊരാൾ കാനഡയിലുമാണ്. ചില നിക്ഷേപകർ ബന്ധപ്പെട്ടതോടെ ടൊറന്റോയിലുള്ള മകനും മുങ്ങി. മകളെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിക്ഷേപകർ വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി ആശയവിനിമയം ചെയ്യുകയും പരാതികൾ പിന്തുടരുകയും ചെയ്യുന്നു. തങ്ങൾക്കുണ്ടായ ചെറിയൊരു നഷ്ടത്തിന്റെ ഭാഗമെങ്കിലും നികത്താനായെങ്കിലെന്നാണ് അവർ ആശിക്കുന്നത്. മതചടങ്ങുകളിലും പള്ളി ഉത്സവങ്ങളിലും എല്ലാം സജീവമായി പങ്കെടുക്കുകയും പല പരിപാടികളും കമ്പനി വഴി സ്പോൺസർ ചെയ്യുകയും ചെയ്ത ടോമിയും ഷിനിയും പതിയെ സമൂഹത്തിന്റെ വിശ്വാസം ആർജിച്ചെടുക്കുകയായിരുന്നു. ഈ വർഷം ജനുവരിയിൽ ഒരു ദേവാലയ ഉത്സവം ഇവർ സ്പോൺസർ ചെയ്തിരുന്നു. കഴിഞ്ഞ 25 വർഷമായി ബംഗളൂരുവിൽ കഴിയുന്ന ടോമിയും ഷെനിയും നിക്ഷേപത്തിന് 15 മുതൽ 20% വരെ വലിയ ലാഭമാണ് ചിട്ടിലൂടെ വാഗ്ദാനം ചെയ്തത്. തുടക്കത്തിൽ കൃത്യമായ ലാഭം നൽകിയിരുന്നതായി ഇരകളായ നിക്ഷേപകർ പറഞ്ഞു. ബംഗളൂരു നഗരത്തിലെ രാമമൂർത്തി നഗറിലായിരുന്നു ഓഫീസ്. 2 പതിറ്റാണ്ടായി നേടിയെടുത്ത നിക്ഷേപകരുടെ വിശ്വാസവും പണവും വെള്ളത്തിലാക്കിക്കൊണ്ടാണ് ഇരുവരും പെട്ടെന്നൊരു ദിവസം മുങ്ങിയത്. പല നിക്ഷേപകരും തങ്ങളുടെ ജീവിതകാല സമ്പാദ്യം മുഴുവൻ നിക്ഷേപിച്ചു. സ്ഥലം വിറ്റും മറ്റുമാണ് പലരും നേട്ടം മോഹിച്ച് നിക്ഷേപിച്ചത്. പതിറ്റാണ്ടോളം കൃത്യമായ റിട്ടേണുകൾ കിട്ടിയതോടെ നിക്ഷേപക സമൂഹത്തിന്റെ വിശ്വാസം ആർജിക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ സമീപകാലത്ത് പണം വരവ് നിലയ്ക്കുകയും ദമ്പതികളെ ഫോണിൽ കിട്ടാതാകുകയും ചെയ്തു. വൻ തുകകൾ ആളുകൾ നിക്ഷേപിച്ചതായിട്ടാണ് വിവരം. രാമമൂർത്തി നഗർ സ്വദേശിയായ PT സാവിയോ നൽകിയ പരാതിയിൽ തന്റെ പക്കൽ നിന്ന് 70 ലക്ഷം രൂപ ദമ്പതികൾ തട്ടിയെടുത്തതായി പറയുന്നു. ഇവരുടെ ചിട്ടി കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലും ദമ്പതികളുടെ വ്യക്തിഗത അക്കൗണ്ടിലുമാണ് മിക്കവരും പണം നിക്ഷേപിച്ചത്. എന്റെയും കുടുംബത്തിന്റെയും കയ്യിൽ നിന്ന് 70 ലക്ഷം തട്ടിയെടുത്തു. അതുപോലെ പലരിൽ നിന്നായി കോടികളും. കമ്പനിയുടെ ഓഫീസിൽ പോയപ്പോൾ പൂട്ടിക്കിടക്കുകയായിരുന്നു. ഇരുവരെയും കാണാനില്ലായിരുന്നു. ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്നും സാവിയുടെ പരാതിയിൽ പറയുന്നു. ടോമി വർഗീസ് പൊടുന്നനെ മുങ്ങിയതോടെയാണ് തട്ടിപ്പ് പുറത്തു വന്നത്. തന്റെ കുടുംബത്തിനുള്ളിൽ ഒരാൾക്ക് അസുഖം കൂടിയെന്നും പെട്ടെന്ന് തനിക്ക് ആലപ്പുഴയിലേക്ക് പോകണമെന്ന് നിക്ഷേപകരെ അറിയിച്ച ശേഷമാണ് സ്ഥലം വിട്ടത്. എന്നാൽ അതിനുശേഷം ഫോണിൽ കിട്ടാതെയായി. മുങ്ങിയതാണെന്ന സംശയം ഉയർന്നതോടെ തട്ടിപ്പിനിരയായെന്ന സംശയം പ്രബലമായി. ഇതോടെയാണ് പോലീസിൽ പരാതി എത്തുന്നത്. 1 ലക്ഷം മുതൽ 4.5 കോടി രൂപ വരെ A&A ചിറ്റ്സ് ആൻഡ് ഫൈനാൻസ് കമ്പനിയിൽ നിക്ഷേപിച്ചവരുണ്ട്. പല നിക്ഷേപകരോടും കാലാവധി പൂർത്തിയാകുന്നതോടെ മറ്റൊരു നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിക്കാൻ ദമ്പതികൾ ആവശ്യപ്പെടുമായിരുന്നു. പുതിയ സ്ഥിര നിക്ഷേപത്തിന് ഉയർന്ന പലിശയും ഇവർ വാഗ്ദാനം ചെയ്തു. ചിറ്റ്സ് രജിസ്ട്രാറുടെ നിയന്ത്രണത്തിൽ ഉള്ളതിനാലും ഓരോ ചിട്ടികളുടെയും ആകെ മൂല്യം ചിറ്റ്സ് രജിസ്ട്രാറിൽ നിക്ഷേപിച്ചതിനാലും പണം സുരക്ഷിതമാണെന്നും ഇവർ അവകാശപ്പെട്ടിരുന്നു. 25 വർഷം മുൻപാണ് ടോമിയുടെ കുടുംബം ബംഗളൂരുവിലേക്ക് താമസം മാറിയത്. ടോമിയുടെ സ്വദേശം ആലപ്പുഴ ജില്ലയിലെ രാമങ്കരിയാണ്. രാമങ്കരിയിൽ വളരെ അപൂർവമായി മാത്രമേ വന്നിരുന്നുള്ളൂ. ടോമിയുടെ പിതാവിന്റെ ഉടമസ്ഥതയിൽ AC റോഡിനോട് ചേർന്ന് വീടുണ്ടെങ്കിലും അതാരും നോക്കാനില്ലാതെ അനാഥമായി കിടക്കുകയാണ്. ടോമിയുടെ സഹോദരൻ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ഭാഗത്താണ് താമസിക്കുന്നത്. DYFI പ്രവർത്തകനായിരിക്കെ ബംഗളൂരുവിൽ ജോലിക്ക് പോയ ശേഷം ടോമിയെക്കുറിച്ച് വലിയ അറിവ് നാട്ടുകാർക്കുണ്ടായിരുന്നില്ല. സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന കുടുംബമായിരുന്നു ടോമിയുടേത്. പെട്ടെന്ന് അതെല്ലാം മാറുകയായിരുന്നു. ടോമിയുടെ ജീവിതശൈലിയും ആഡംബരം നിറഞ്ഞതായിരുന്നു.